ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. കാരണം എനിക്കിന്ന് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഒരുവിധം ജോലികളൊക്കെ ഒതുക്കി ഒന്ന് ഫ്രഷായിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്യാനിരുന്നതാണ്. അപ്പോൾ ഈ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമ്മയുടെ നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഓപ്പണാണ്, ഫ്രണ്ട് ഫുൾ ഓപ്പണാണ്. അതുപോലെ തന്നെ കോളറൊക്കെ ഉള്ളത് കാരണം അമ്മയ്ക്ക് എന്തോ ഇടാനൊരു മടിയായിട്ട് അമ്മ എനിക്ക് തരായിരുന്നു കേട്ടോ. 3 നൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ മേക്ക് ഓവറൊക്കെ നടത്തി സാധാ നൈറ്റിയെ ഫ്രോക്ക് നൈറ്റി ആക്കി യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നല്ല ചൂടല്ലേ, ചൂട് കാരണം നല്ല സുഖമാണ് കേട്ടോ ഈ കോട്ടൺ ഡ്രസ്സ് ഇടാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 2 കൂടി ഇരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് പൊതുവേ എൻ്റെ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പുറത്തുള്ളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന കാരണം അത് മാത്രം നടക്കും. എൻ്റെതൊക്കെ ഞാൻ പിന്നത്തേക്ക് മാറ്റി വെച്ച് അങ്ങനെ ഇരുന്ന കൂട്ടത്തിലായിരുന്നു കേട്ടോ ഈ 2 നൈറ്റീസും ഇരുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് എന്തായാലും ആദ്യം എനിക്കുള്ളത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന്. കാരണം വീട്ടിലിടാനായിട്ട് മൊത്തം ചൂടായത് കാരണം അങ്ങനത്തെ നമുക്ക് ബനിയൻ ക്ലോത്തും അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോട്ടൺ നൈറ്റി ആകുമ്പോൾ നല്ലൊരു ഫ്രീ ആണല്ലോ, കോട്ടൺ ആയതുകൊണ്ട് ഇടാനും നല്ല സുഖമാണല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ രാവിലെ ആദ്യത്തെ പണി ഇത് തന്നെ അങ്ങ് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാ നൈറ്റിയെ ഇതുപോലെ ഒരു ഫ്രോക്ക് നൈറ്റി ആക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ, നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ നൈറ്റിയിൽ ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഫുൾ ഓപ്പൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മെഷീനിൽ അടിച്ചെടുത്തു. അപ്പോൾ അത് തുറന്ന് വരത്തില്ലല്ലോ. അതിനുശേഷം സ്ലീവ് രണ്ടും നീളം കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ചെറുതായിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ ബാക്കിലൊരു കെട്ട് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നൈറ്റിയുടെ ഫുൾ ലെങ്ത്തിൽ നിന്ന് ഒരു 6 ഇഞ്ച് നീളത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് കേട്ടോ ഈ ഫ്രില്ലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. സംഭവം ഓക്കെയാണ്, അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. വലുതായിട്ട് സ്റ്റിച്ചിങ് ഒന്നും അറിഞ്ഞുകൂടാത്തവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ അതേ അങ്ങനെ ആ ഒരു സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എനിക്ക് തന്നെയുള്ള ഒരു ടോപ്പ് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചൂട് കാരണം കേട്ടോ, ഈ ചൂട് സമയമല്ലേ, അപ്പോൾ അത് കാരണം കോട്ടൺ മെറ്റീരിയൽ ഇങ്ങനെ തപ്പി നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കുറേ നാളായിട്ട് എൻ്റെ ഇരിപ്പുണ്ട്, കട്ട് പീസ് വന്ന കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് അത്യാവശ്യം കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതെടുങ്ങ് എടുത്ത് വെച്ചേക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണാണ് കേട്ടോ ഇതും. അപ്പോൾ ഇതൊന്ന് ഒരു ചെറിയ ക്രോപ്പ് ടോപ്പ് പോലെ തയ്ച്ചെടുക്കാമെന്ന് കരുതി അങ്ങനെ അത് അളവൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ മോഡലൊന്നും വെച്ചിട്ടില്ല, വെറുതെ സാധാരണ യൂനക്കാണ്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ നീളം ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സ്ലീവ് എനിക്കൊന്ന് ഒരു 3/4 സ്ലീവ് വെക്കാൻ ഇഷ്ടമായിരുന്നു, പക്ഷേ ഒരു പഫൊക്കെ കൊടുത്തിട്ട് വെക്കണമെന്ന്, പക്ഷെ അതിനൊന്നും കിട്ടുന്നില്ല. ഒരു ഹാഫ് സ്ലീവ് കിട്ടും, അത് 2 സ്ലീവിനും കറക്റ്റ് കിട്ടാത്തത് കാരണം ഞാൻ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു കൈക്കുഴിയൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. അങ്ങനെ ഷോൾഡർ കുറച്ച് നീളത്തിലെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം, വളരെ കുറച്ച് സമയം മതി. അപ്പോൾ ഞാൻ കട്ടിങ്ങിന് ഇത് വലിയ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. കണ്ടോ, നമ്മൾ ആ ഒരു ഷോൾഡർ കഴിഞ്ഞിട്ട് കുറച്ച് കൈയുടെ നീളത്തിന് ആവശ്യമുള്ളത് കൂടെ അളന്ന് എടുക്കുകയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഒരുപാട് സമയമൊന്നും വേണ്ട, നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ തയ്യൽ അറിഞ്ഞുകൂടാത്തവർക്കും ഈ ഒരു ടോപ്പ് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ അല്ലെങ്കിൽ കട്ടിങ് വീഡിയോ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാനിരുന്നു. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനിരുന്നപ്പോഴാണ് ഓർത്തത് കേട്ടോ, അപ്പോൾ ഇതൊരു ലൈറ്റ് കളർ തുണിയാണല്ലോ, അപ്പോൾ അത് കാരണം അതിൽ നന്നായിട്ട് നിഴലടിക്കുന്നുണ്ട്. അത് കാരണം ഞാനൊരു പഴയ മുണ്ടെടുത്തിട്ട് അതിനൊരു ലൈനിങ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയ മുണ്ടായതുകൊണ്ട് നല്ല സോഫ്റ്റ്, അതും കോട്ടണുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, വലിയ ചൂടൊന്നും എടുക്കില്ല കേട്ടോ. അങ്ങനെ അതേ ഒരു ലൈനിങ് ഒക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കുറേ നാളെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തയ്ച്ചിട്ട്, അപ്പോൾ ആ ഒരു ആഗ്രഹവും നടന്നു. നമ്മുടെ ഒരു സ്റ്റിച്ചിങ് കുറേ നാളുകൊണ്ട് നമ്മുടേതെന്ന് പറയാൻ എന്നെപ്പോലെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഇമാതിരി മടിയൊക്കെ. അതുപോലെ മാറ്റി വെച്ച കൂട്ടത്തിൽ ഉള്ളൊരു ക്ലോത്തായിരുന്നു. അങ്ങനെ ഞാനിന്ന് 2 ഫ്രോക്ക് നൈറ്റിയും അതുപോലെ ഒരു ക്രോപ്പ് ടോപ്പും എനിക്ക് വേണ്ടിയിട്ട് തയ്ച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതെൻ്റെ മോൻ കണ്ട് എന്നെ കളിയാക്കാൻ കേട്ടോ, എങ്ങനെയാണ് ഈ ഒരു കുറച്ച് തുണി വെച്ചിട്ട് ഇത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തതെന്ന്. അത്യാവശ്യത്തിന് ലൂസും ഉണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് ഒരു ചൂട് സമയത്ത് ഇട്ടുകൊണ്ട് കിടക്കാൻ നല്ല സുഖമാണല്ലോ. അങ്ങനെ അതേ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു.
പിന്നെ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വന്ന് തയ്ച്ച് വെച്ച ഫ്രോക്ക് നൈറ്റിയൊക്കെ ഇട്ടിട്ട് വീണ്ടും വന്നു കേട്ടോ. വീണ്ടും വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുളിച്ച് റെഡിയാവാനൊക്കെ പോയത്. അപ്പോഴാണ് ഓർത്തത് ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ എന്തൊക്കെയുണ്ട് എന്ന് നോക്കി വെക്കണം. അപ്പോൾ എനിക്കിതേ കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കല്യാണ വർക്കെന്ന് പറയാൻ പറ്റില്ല, ബ്രൈഡിൻ്റെ ഒന്നുമല്ല, കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു റിലേറ്റീവ് കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇതേപോലെ 2 ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം, അളവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഉടനെ വേണ്ട, ഒരെണ്ണം മാത്രം അത്യാവശ്യമുള്ളൂ. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് അളവ്, ചുരിദാർ മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചുരിദാർ മെറ്റീരിയലിൻ്റെ അളവ് ഇതാണ്. ഈ ഒരളവിൽ തയ്ച്ചാൽ മതിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളവൊക്കെ ഞാൻ നോക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് ടേപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് എഴുതിയൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ അളവെടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാൻറ്റും അതുപോലെ ടോപ്പിൻ്റെ പീസുമാണ്. അത് പിന്നീട് മതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ളത് ഇപ്പോൾ അതൊന്നുമല്ല. അത്യാവശ്യമുള്ളത് 2 ചുരിദാർ മെറ്റീരിയലും ഒരു ബ്ലൗസും പിന്നെ ഒരു ലെഹങ്കയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു നമ്മുടെ കയ്യിൽ നിൽക്കാത്ത തരം ഒരു തുണിയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പും അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആദ്യം എടുത്ത ആ ഒരു മെറ്റീരിയലിൻ്റെ കോട്ടൻ്റെ ലൈനിങ് ആണ് അതിനകത്ത് ഇരുന്നത്. അപ്പോൾ ഒന്നും അത്ര ഓർഡറിലല്ല വെച്ചേക്കുന്നത്. അപ്പോൾ അത് കാരണം ഏതൊക്കെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഒരു കോഫി ബ്രൗൺ ചുരിദാറിൻ്റെ പാൻസും ലൈനിങ്ങും കൂടെയാണ് കേട്ടോ ആയിരിക്കുന്നത്. പിന്നെ ഇതാണ് ലെഹങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 3/4 സ്ലീവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു ടോപ്പിന്, അതായത് വേറൊരു ചുരിദാറുണ്ട്, അതിൻ്റെ ലൈനിങ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നീട് എനിക്ക് ഐഡിയ കിട്ടിയത് ഇത് ഏതിൻ്റെയൊക്കെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈനിങ് ആണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തത്. ഇത് ഒരു ചുരിദാർ മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയലും ആദ്യം കാണിച്ച ചുരിദാർ മെറ്റീരിയലിനൊന്ന് നെക്ക് നമുക്ക് പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. കാരണം ഓൾറെഡി അതിലിങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ യു നെക്കോ അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ടുള്ള നെക്കോ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും യു തന്നെയാണ് ആ ഒരളവ് തന്നത് പ്രകാരം ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതൊരു ഷോളാണ്. ഇതിൻ്റെ അരികൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി ഇതിന് ഡ്രസ്സ് തയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് കരുതി അതിൻ്റെ ലൈനിങ് ഞാനൊന്ന് കുറേ അന്വേഷിച്ച് നോക്കിയപ്പോൾ കിട്ടിയില്ല. പിന്നെ അവരെ വിളിച്ച് നോക്കിയപ്പോഴാണ് ഇത് ഷോളാണ്, അതിൻ്റെ അരി കടിക്കണമെന്ന് പറഞ്ഞത്. പിന്നെ അത് ലെഹങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പാവാടയുടെ ലൈനിങ് ആണ് കേട്ടോ അത്. അതുപോലെ ഇതാണ് ലെഹങ്കയുടെ പാവാടയുടെ ആ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു കളറായിരുന്നു. ആ ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോഴും. അതുപോലെ തന്നെ അതൊന്ന് എടുത്തപ്പോഴൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു, നല്ല കളറാണ്. ചില സമയത്ത് നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെ മാതിരി കളേഴ്സൊക്കെ. അപ്പോൾ ഇത് ലെഹങ്കയുടെ അളവാണ് കേട്ടോ, ആ ബ്ലൗസിൻ്റെയും അതുപോലെ തന്നെ പാവാടയുടെ അളവ്. അപ്പോൾ ഈ ഒരു ബ്ലൗസിന് 2 ഇഞ്ച് കൂട്ടി തയ്ക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാവാടയ്ക്കും 2 ഇഞ്ച് നീളവും വീതിയും ഒക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് എല്ലാ അളവുകളും ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ നോക്കി എടുത്ത് മാറ്റി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുകയല്ലേ. സ്കൂൾ അടച്ചിരിക്കുന്ന കാരണം മോന് വാരിക്കൊടുത്ത് സംസാരിച്ച് ഇരുന്നൊക്കെയാണ് ഫുഡ് കഴിക്കാറ്. അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അവനും വാരിക്കൊടുത്ത് അക്കൂട്ടത്തിൽ ഞാനും കഴിച്ചു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 2-2:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷമാണ് കേട്ടോ വീണ്ടും ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് പോയത്. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഒരുപാട് നേരമൊന്നും കിട്ടിയില്ല കേട്ടോ. കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്ഷീണമാണല്ലോ. പ്രത്യേകിച്ച് ഫോൺ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ക്ഷീണമാണ്. ഒരു 5 മിനിറ്റ് റീൽസ് കണ്ടിരിക്കാമെന്ന് വിചാരിക്കും. പിന്നെ അത് കണ്ട് 5 മിനിറ്റ് ആവും, 10 മിനിറ്റ് ആവും, അങ്ങനെ കുറേ സമയം പോയിട്ടാ. പിന്നെ അതിന് ശേഷം ഫുഡ് കഴിച്ച് റീൽസും കണ്ടിരുന്നിട്ട് പിന്നെ കരുതി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ, സമയത്തിന് ഇത് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെയർ ചെയ്തിട്ട് നൂലെടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ നൂലുകളുണ്ട്. അപ്പോൾ അത് ഏതാണ്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കുറേ നാളായിട്ട് ഇരിക്കുന്ന നൂലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വാങ്ങുന്ന നൂലുകളെ വേറൊരു ഭാഗത്താക്കും കേട്ടോ. അതുപോലെ പഴയ നൂലുകൾ ആദ്യം എടുത്ത് ഉപയോഗിച്ച് തീർക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന്
പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പഴയതൊന്നും അല്ല കേട്ടോ. എന്നാലും നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നൂലുകളാണ്. അപ്പോൾ അതിൽ നിന്ന് ഏതൊക്കെ ആവശ്യമുണ്ടോ ആ നൂലുകൾ കറക്റ്റ് കളർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ പുതിയ നൂലുകൾ വാങ്ങുമ്പോൾ ഈ ഒരു കൂട്ടത്തിൽ തന്നെ കൊണ്ടുവയ്ക്കില്ല കേട്ടോ. അത് വേറൊരു ബോക്സിലാക്കി മാറ്റി വയ്ക്കാറാണ് പതിവ്. അങ്ങനെ മാറ്റി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴയതും പുതിയതും കൂടെ മിക്സായി പോയി കഴിഞ്ഞാൽ പഴയതൊക്കെ ചിലത് അവിടെ ഇരിക്കുകയും ചെയ്യും, പുതിയത് തീർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഏതാണ് പഴയത് ഏതാണ് പുതിയതെന്ന്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ അങ്ങനെ മാറ്റി വയ്ക്കുന്നത്. എപ്പോഴും ഒരു 2 ബോക്സ് ഉണ്ടായിരിക്കണം നൂല് നമ്മൾ എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബോക്സിൽ കുറേ നാളായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ കുറേ കളേഴ്സൊക്കെ തീർന്നു പോയിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ടൊന്നും ഇരിപ്പില്ല. എന്നാലും ഒരുവിധം ഓക്കെ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം തപ്പിപ്പിടിച്ചെടുത്തിട്ട് ബാക്കി ഇനി ഏതൊക്കെ കളേഴ്സാണ് ഇല്ലാത്തതെന്ന് നോക്കി അപ്പോഴും തന്നെ ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതി വെക്കും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് മറന്നു പോവും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ ഇടയ്ക്കില്ലാത്ത 2-3 കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതിനാവശ്യമായിട്ടുള്ള തുണി ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങുമ്പോൾ അത് കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് മാറ്റി വയ്ക്കും. ഈ ഒരു കൂട്ടത്തിൽ കൊണ്ടിടത്തുമില്ല കേട്ടോ. അങ്ങനെ നൂലൊക്കെ തപ്പി ആവശ്യത്തിനുള്ള നൂലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് നമ്മൾ സ്റ്റിച്ചിങ് റേറ്റ് ഒന്ന് കൂടുതൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മുഖം മാറുന്നൊരവസ്ഥ. അതെന്താണെന്നറിയില്ല. മിക്കവാറും വീട്ടിൽ തയ്ക്കുന്നവർക്കാണ് ഇങ്ങനെ കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. പുറത്ത് തയ്ക്കുന്നതായാലും ഇങ്ങനെ ഉണ്ടാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് തയ്ച്ച് കൊടുക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇമാതിരി ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടത് ദേഷ്യം ഉണ്ടാക്കും. ഇത്രയും എമൗണ്ടാണോ, അല്ലെങ്കിൽ കടയിൽ പുറത്ത് ഇത്രയില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ പണ്ട് തയ്ച്ചിരുന്നിടത്ത് ഇത്രയില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു റേറ്റ് ഉണ്ടായിരിക്കണം. ആ റേറ്റ് തന്നെ ആയിരിക്കണം നമ്മൾ വാങ്ങേണ്ടത് കേട്ടോ. കൂടുതലും വാങ്ങണ്ട, കുറവും വാങ്ങണ്ട. നമുക്കൊരു കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഒരു ഡ്രസ്സിനെ കുറിച്ച്. മാത്രമല്ല നമ്മൾ ഓരോ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് അളവിൽ കട്ട് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ അവർ പറയുന്ന മോഡലിലൊക്കെ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ആക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് കിട്ടേണ്ട എമൗണ്ട് നമ്മൾ കുറച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളുടെ എടുത്ത എഫോർട്ടിനും നമ്മളെടുത്ത ആ ഒരു സമയത്തിനും ഒക്കെ ഉള്ളൊരു എമൗണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വാങ്ങണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് എമൗണ്ട് കുറച്ചാണ് വാങ്ങുന്നതെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് എമൗണ്ട് കൂട്ടി വാങ്ങാനൊക്കെ ശ്രമിക്കണം, നിങ്ങൾ കഷ്ടപ്പെടുന്ന രീതി അനുസരിച്ച്. അങ്ങനെ ഞാൻ ഒരുവിധം നൂലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് എഴുതാനിരുന്നതാണ് കേട്ടോ. എഴുതാനിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 3-4 ബുക്കുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അതിൽ ഒന്നിനകത്ത് ഞാൻ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന, പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു ഡയറിയാണ് കേട്ടോ. അപ്പോൾ അത് കൂടെ ഒന്ന് എടുത്ത് നോക്കും. പിന്നെ വല്ല എഴുതി ചേർക്കാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ട് വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കും. പിന്നെ കുറച്ച് കണക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. അതായത് നമുക്ക് കടമുണ്ടെങ്കിലോ പണയം വെച്ചിട്ടുണ്ടെങ്കിലോ അത് എപ്പോൾ തീർക്കണം, എങ്ങനെ എടുക്കണം, അങ്ങനെയുള്ളത് എന്തൊക്കെ കടങ്ങളുണ്ട് അങ്ങനെ എഴുതി വെച്ചൊരു പുസ്തകമുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഡയറിയാണ്. അതിനകത്ത് ഞാൻ എൻ്റെ വിഷമങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എഴുതി വെക്കാറുണ്ട്. പിന്നെ ഇതൊരു കണക്ക് പുസ്തകമാണ് കേട്ടോ. നമ്മുടെ വരവ് ചിലവ് കണക്കുകളും അതുപോലെ തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്, ഇനി എത്ര എണ്ണം സ്റ്റിച്ച് ചെയ്യാനുണ്ട്, എത്ര പേര് പൈസ തന്നു, എത്ര രൂപയാണ് കിട്ടേണ്ടത് എന്നൊക്കെയുള്ള കണക്കുകൾ വളരെ കൃത്യമായിട്ട് ഞാൻ എഴുതി വെക്കും. അപ്പോൾ എഴുതി വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഇറിറ്റേഷനൊക്കെ തോന്നുമെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മളെക്കുറിച്ചും നമ്മുടെ ചിലവുകളെക്കുറിച്ചും ഒക്കെ അറിയാനായിട്ട് പറ്റും. അങ്ങനെ ഒരു 3-4 കണക്ക് പുസ്തകങ്ങളും കൊണ്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എല്ലാവരും ഇതുപോലെ എഴുതി വെക്കണമെന്നില്ല, എന്നാലും എഴുതി വെക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത വേണ്ടുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുകയാണ്. അടുത്തിനി ചെയ്യാനായിട്ട് കുറച്ച് വർക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണ്, അത് എപ്പോൾ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ ഓരോ മാസത്തെയും കണക്കുകളാണ് എഴുതി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ മാസത്തെയും ചെയ്യാനുള്ള വർക്കുകൾ എഴുതി വയ്ക്കുമ്പോൾ
ഓരോ വർക്ക് തീരുന്നതനുസരിച്ച് ഞാനത് ടിക്കിട്ട് പോകാറാണ് പതിവ് കേട്ടോ. അതുപോലെ കിട്ടിയ ക്യാഷ് ടിക്കിട്ട് പോവും, കിട്ടാനുള്ളത് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എത്ര വരുമാനം ഉണ്ടാവും, നമുക്ക് എത്ര ചിലവായി, അല്ലെങ്കിൽ നമ്മളതിൽ എത്ര മിച്ചം പിടിക്കാനുണ്ടാവും, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ എഴുതി സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് പിടികിട്ടും കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കണക്ക് പുസ്തകങ്ങളൊക്കെ. വലിയ സംഭവങ്ങളൊന്നുമല്ല, എന്നാൽ പോലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവനവന് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു നോട്ട് ബുക്ക് ആവട്ടെ, അത് വെച്ച് നമ്മളിതുപോലെ എഴുതിയൊക്കെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയും നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചിലവുകളെക്കുറിച്ച്. അല്ലാണ്ട് ഇത് എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരവ് ചിലവ് കൂടാനും പോകുന്നില്ല, കുറയാനും പോകുന്നില്ല കേട്ടോ. നമ്മൾ ഉപയോഗിക്കും പോലെ ഇരിക്കും, ചിലവായാലും വരവായാലും എന്തായാലും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു ദിവസം അങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതേ അടുത്തത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കയ്യിൽ നിൽക്കാത്ത തുണിയായതുകൊണ്ട് തന്നെ ഇതുപോലെ സൂചിയൊക്കെ കുത്തി കുറച്ച് ബുദ്ധിമുട്ടിയാണ് കേട്ടോ കട്ട് ചെയ്തൊക്കെ എടുത്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനൊന്നും ഇരുന്നില്ല കേട്ടോ, കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെയുള്ള ജോലിയൊക്കെ ഇനി നാളെ ചെയ്യാം എന്ന് കരുതി, കാരണം ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് സന്ധ്യ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനിയിപ്പം വീട്ടിൽ ജോലിയുണ്ട്, ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെ കുറേ പണിയായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.